നമസ്കാരം ഡോക്ടർ. നമസ്കാരം നമസ്കാരം. ഇരിക്കൂ ഡോക്ടർ. അപ്പൊ ഓരോ ആൾക്കാരും ഓരോ രോഗമാണല്ലോ ചികിത്സിക്കുന്നത്. അതെ, അതെ, അതെ. അതായത് ഓർത്തോ തനിയെ. എന്തിനാ തനിയെ ഓർക്കുന്ന? ഞാനും കൂടെ ഓർക്കാം. അതല്ല, എല്ലിന്റെ ഒക്കെ കാല് പൊട്ടിയത് മനസ്സിലായി. ENT തനിയെ, ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് തനിയെ, അങ്ങനെയാണല്ലോ. പക്ഷെ ഡോക്ടർ മാത്രം എന്താ എല്ലാ രോഗങ്ങളും ചികിത്സിക്കുന്നത്? ഇപ്പൊ ഇവിടത്തെ ഒരു സിറ്റുവേഷന് പറ്റിയ ഒരു ചോദ്യമാണ്. അതെ അതെ അതെ. നമ്മളിപ്പം ഒരു രോഗം മാത്രം നോക്കിക്കഴിഞ്ഞാൽ കൗണ്ടർ പിടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മളിപ്പോ എല്ലാ രോഗവും നോക്കുന്നെങ്കിൽ നമുക്ക് കൗണ്ടർ പിടിക്കാൻ എളുപ്പമുണ്ട്. ശരിയാ, മനസ്സിലായല്ലോ ലോജിക്ക്. കുട്ടിക്ക് ചോദിക്കാതെ, ഇത് ഒരു ഡോക്ടർ ആകാൻ നമ്മൾ ആദ്യം എന്താണ് പഠിക്കേണ്ടത്? ഒരു ഡോക്ടർ ആവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 വാക്കുകൾ പഠിച്ചു വെച്ചിരിക്കണം. എന്തൊക്കെയാണ് ഡോക്ടർ അത്? ഒന്നാമത്തത്, എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. 2, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ. 3, ഇത്തിരി പാടാണ്, എന്നാലും നമ്മൾ അത് അറിഞ്ഞിരിക്കണം. എന്താണ്? ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. ഇത് 3 പഠിച്ചു കഴിഞ്ഞാൽ എന്നെ പോലെ ഒരു ഡോക്ടർ ആകാം. അപ്പം ഡോക്ടറിന് ഇതുപോലെ ഒത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജുകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോ രക്ഷപ്പെടാൻ പറ്റാത്ത എന്തെങ്കിലും വന്നിട്ടുണ്ടോ? രക്ഷപ്പെടാൻ സുമ പേഷ്യന്റ് ആണോ? അല്ല, എന്റെ ഭാര്യ. എനിക്ക് ഇന്നേ വരെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. കുട്ടിക്ക് അതിന് വല്ല മാർഗം ഉണ്ടോ രക്ഷപ്പെടാനായിട്ട്? ഇല്ല. പിന്നെ അമ്മാര് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ പോണ്. വേണ്ട, പോലെ ഡോക്ടർ, സോറി.